വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ലിനൻ കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. ലിനനും സൂപ്പർനെറ്റ് കോട്ടയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പിങ്ക് ആണ്, ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. അതിൽ നല്ല പാറ്റേണിൽ ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ ബോർഡർ വരുന്നത്. ലോവർ ബോർഡർ വരുന്ന ആ ഒരു സ്റ്റൈലിലായിരിക്കും. അപ്പോൾ ബോർഡർ വരുന്ന ഒരു സെറി വുവൺ സ്റ്റൈലിലുള്ള സിമ്പിൾ ബോർഡർ. ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ഫുൾ പാറ്റേൺ അങ്ങനെ വരും. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആ ഒരു സ്മോൾ ഫ്ലോറൽ പാറ്റേൺ ആയിരിക്കും ലോവർ ഏരിയ വരിക. അത് കഴിഞ്ഞുള്ള പോർഷനിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിന്റെ തന്നെ മിനിച്ചർ മോട്ടീവ്സ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ക്ലോസർ ഇങ്ങനെ വരും. നല്ല പാറ്റേൺ, ഒരു ലാവൻഡർ, ബേബി പിങ്ക്, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്. ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതൊരു സെറി വുവൺ സ്റ്റൈൽ, ഒരു ബനാറസി സ്റ്റൈലുള്ള ഒരു ഗോൾഡൻ സെറിയിലായിരിക്കും സിമ്പിൾ ബോർഡർ വരുന്നത് സാരിക്ക്. സോഫ്റ്റ് ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇത് ഷോർട്ട് പല്ലു, ഗോൾഡൻ സെറിയിൽ തന്നെയുള്ള ഷോർട്ട് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. ബോഡി പ്ലെയിൻ വന്നിട്ട് ആ ഒരു സാരിയിൽ വരുന്ന ബോർഡർ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. സെയിം അതേ വർക്ക് തന്നെ വന്നിരിക്കുന്നത്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിലും അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്, ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട് സെറി വുവൺ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു റോസ് ഗോൾഡും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെയാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്, ഡബിൾ സൈഡ് ബോർഡർ ആൻഡ് പല്ലു. അടുത്ത കളർ പേസ്റ്റൽ പിസ്സ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. നെക്സ്റ്റ് കളർ റോസ് ഗോൾഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലൊരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട് സാരിയിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഷിമ്മറിംഗ് ആണ് സാരി വരുന്നത്. ഇതിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരിക. ഒരു പൗഡർ ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പേർപ്പിൾ, മെറൂൺ ആ ഒരു ടോണിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു ബുട്ടി വർക്കാണ്. ഒരു സിമ്പിൾ ത്രെഡ് വുവൺ സ്റ്റൈലിലുള്ള ബുട്ടി വർക്കിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. സെറി വുവൺ പാറ്റേണിലുള്ള ബോർഡർ ആയിരിക്കും സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. അതേ ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും. മുന്താണി വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം വർക്ക് തന്നെയാണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് അതേ സ്റ്റൈലിൽ തന്നെ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ ഒരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഡബിൾ സൈഡിലും ആ ഒരു ബനാറസി സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ബോർഡർ വന്നിട്ട് റണ്ണിങ് പല്ലു. സെയിം ഫ്ലോറൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് സെറി വുവൺ ബോർഡർ. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഐവറി ആണ്. ഐവറി ബേജ് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഐവറി ചിക്കു അതാണ് സാരിയുടെ കളർ. ഫുൾ ബുട്ടി വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത സാരി വീണ്ടും ഫാബ്രിക് മാറിയിട്ടുണ്ട്. ലിനൻ കോട്ട തന്നെ ഫാബ്രിക് ആണ്. സോഫ്റ്റ് ലിനൻ കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പിങ്ക് ആണ്. ഒരു ലൈറ്റ് ടിൻറ്റഡ് ബേബി പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ് അതിലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പം ഫ്ലോറൽ ഡിസൈൻസിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരിക. അതിൻ്റെ തന്നെ ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഞാൻ വൺ ലെയറിൽ കാണിക്കാം കേട്ടോ സാരി. ആ ഒരു ലിനന്റെ ആ ഒരു ടെക്സ്ചറും സൂപ്പർനെറ്റ് കോട്ടയും കൂടിയുള്ള ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും. അതിന്റെ എഡ്ജ് വരുമ്പോൾ സ്കാലപ്പിലായിരിക്കും. ലോവർ ബോർഡറിന്റെ ആ എഡ്ജ് ഫിനിഷ് ചെയ്യുന്ന സ്കാലപ്പിലായിരിക്കും. കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട് വിത്ത് ഷോർട്ട് പല്ലു. ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ടിൻറ്റഡ് ചിക്കുവിലാണ്, ഐവറി ക്രീമിലാണ് ആ ഒരു ചെക്ക് ഡിസൈൻസിലുള്ള റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം വർക്ക് തന്നെ സാരി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ടിൻറ്റഡ് യെല്ലോ ആണ്, പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം അതേ പാറ്റേണിൽ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ലോവർ ബോർഡർ വരിക വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ. സെയിം അതേ സ്റ്റൈലിൽ തന്നെ വർക്ക് എല്ലാം സെയിം പാറ്റേൺ വിത്ത് ബ്ലൗസ് ആൻഡ് പല്ലു. അടുത്ത കളർ ഒരു റോസ് ഗോൾഡും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഒരു ബ്ലെൻഡഡ് ടോണിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ ഒരു കളർ പാലറ്റ് വരുന്നത്. വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ വിത്ത് പല്ലു. അടുത്ത കളർ ഒരു ലൈറ്റ് ചിക്കു ആണ്. ഐവറി ബ്ലെൻഡഡ് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈൽ. ഒരു വർക്ക് ലോവർ ഏരിയ കംപ്ലീറ്റ് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക. സെയിം ഫാബ്രിക് തന്നെ, ലിനൻ കോട്ട തന്നെ സാരിയുടെ ഫാബ്രിക്. ആ വർക്കിന്റെ ഡീറ്റെയിലിംഗ് മാറിയിട്ടുണ്ട്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെയാണ്, ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. ബോഡിയിലൊരു ഓഫ് വൈറ്റ് സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സും അത് കൂടാതെ ബോർഡറിന്റെ ആ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സും വരുന്നുണ്ട് ബോഡി കംപ്ലീറ്റ്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് ഒരു രസമായിരിക്കും. ഇതായിരിക്കും ആ ഒരു പാറ്റേൺ വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിൽ സ്മോൾ മോട്ടീവ്സ് വന്നിട്ട് അത് കഴിഞ്ഞുള്ള പോർഷനിലായിരിക്കും ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പല്ലു, ഷോർട്ട് മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ്. എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം പാറ്റേൺ വിത്തൗട്ട് ബോർഡർ ആണ്. മുകൾ ഭാഗത്ത് വന്നിട്ട് ഫുൾ ബോഡി ഈ ഒരു സ്റ്റൈലിലായിരിക്കും. മുന്താണി ആൻഡ് ബ്ലൗസ്. പേസ്റ്റൽ ഗ്രീൻ ആണ് അടുത്ത ടോൺ വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ. ബോഡി, ബോർഡർ,
പല്ലു ആൻഡ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഇതും ഒരു ലൈറ്റ് ചിക്കു ബ്ലെൻഡഡ് ബേജ് തന്നെ സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ബോഡിയിൽ ഫുൾ ആ ഒരു സ്മോൾ വൈറ്റ് മോട്ടീസും ഫ്ലോറൽ മോട്ടീസും വരുന്നുണ്ട് എംബ്രോയിഡറി വർക്കിൽ. ഈ ഒരു സ്റ്റൈലായിരിക്കും ലോവർ ബോർഡർ വരിക. മുന്താണി ഷോർട്ട് പല്ലു തന്നെ സാരിക്ക് വരുന്നത് വിത്ത് ബ്ലൗസ്.